കെ കരുണാകരൻ്റെ ഒരു ശൈലി വേറെ തന്നെ. കെ കരുണാകരൻ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഊർജ്ജം കേരളത്തിൽ ഒരു നേതാക്കം പറഞ്ഞു. കെ അതിനടുത്ത് പോയി നമുക്ക് എന്തും പറയാനുള്ളൂ. ഉമ്മൻചാണ്ടി നമുക്കൊരു സത്യത്തിൽ റിസൾട്ടാണ്. എന്നെ ചേർത്ത് നിർത്തിയ നേതാവ് എനിക്ക് തുറന്നു പറയാൻ സാധിക്കും കെ സി വേണുഗോപാൽ. രമേശ് ചെന്നിത്തല ഇതിനെല്ലാം ഇടയിലാണ്. സതീശൻ ഒരു കാര്യം പറയാം, നല്ല വിഷനുള്ള നേതാവ്. പാളയം അശോകുമാറുമായി ഞാൻ ഇവിടെ വന്ന് ബന്ധപ്പെട്ടത്, ഞാനിവിടെ വാർ റൂമിൻ്റെ ചുമതലയെടുത്തത്. ഞാനപ്പോൾ എന്ത് പ്രയാസങ്ങൾ പറഞ്ഞാലും ഉടനെ തന്നെ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് എത്തിച്ചു തരാനും അത് നടപ്പിലാക്കാനും ഞങ്ങളെ സഹായിക്കാനും അദ്ദേഹം കാണിച്ച ഒരു പട്ടിക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ച വാർ റൂമിനോട് അദ്ദേഹം കാണിച്ച പ്രവർത്തനങ്ങളിൽ ഞാൻ കടപ്പെട്ടാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ തന്നെ സീനിയർ നേതാവും തിരുവനന്തപുരത്ത് തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വവും KPCCയുടെ പോഷക സംഘടനയുടെ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് സാറിനോടൊപ്പമാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിപ്പോൾ പോഷക സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസ് ഒക്കെ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസിനെ പറ്റി എന്താണ്? പാളയം അശോകുമാറിൻ്റെ നേതൃത്വത്തിൽ വളരെ നന്നായി ഈ കാര്യങ്ങൾ ചെയ്ത ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതാണ് വ്യാപാരി വ്യവസായി കോൺഗ്രസിൻ്റെ പ്രവർത്തനം. ഞാൻ അതിൻ്റെ കുറേ മീറ്റിങ്ങുകളിൽ ഞാൻ പോയിട്ടുണ്ട്. സംസ്ഥാന തലത്തെ ഓഫീസുകളാണെങ്കിലും അതുപോലെ സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റികളാണെങ്കിലും 1-2 ജില്ലകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലുമൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരി വ്യവസായ മേഖലകളിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് വന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനോട് സംവേദിക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹാരം നടത്താൻ കഴിയുന്ന ഒരു വലിയ ഫോറമായി അത് മാറാൻ കഴിയും. അങ്ങനെ മാറിയാൽ വ്യാപാരി മേഖലയിൽ നമുക്ക് പാർട്ടിക്ക് വലിയ സേവ് ഉണ്ടാകും. അതിന് ശ്രീ പാളയം അശോകുമാറിൻ്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ആ ഒരു കമ്മിറ്റി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പാർട്ടിയുടെ പിന്തുണ എല്ലാ അർത്ഥത്തിലും ജില്ലാതലത്തിലും ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും പിന്തുണ കൂടി അതിലുണ്ടായി. വ്യാപാരികളും വ്യവസായികളും നമ്മുടെ കോൺഗ്രസിനൊപ്പം അണിചേർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമായി അത് മാറണമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പാളയം അശോകുമാറുമായി ഞാൻ ഇവിടെ വന്ന് ബന്ധപ്പെട്ടത്, ഞാനിവിടെ വാർ റൂമിൻ്റെ ചുമതലയെടുത്തത്. വാർ റൂമിൽ അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ബാലാരിഷ്ടകളുണ്ടായി. ആ ബാലാരിഷ്ടകളുണ്ടായി. ഞങ്ങൾക്ക് വാഹനത്തിൻ്റെ കാര്യത്തിൽ പ്രയാസം ഉണ്ടായിരുന്നു, അതേപോലെ മറ്റു പല കാര്യങ്ങളും. ഞാനപ്പോൾ എന്ത് പ്രയാസങ്ങൾ പറഞ്ഞാലും ഉടനെ തന്നെ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് എത്തിച്ചു തരാനും അത് നടപ്പിലാക്കാനും ഞങ്ങളെ സഹായിക്കാനും അദ്ദേഹം കാണിച്ച ഒരു പട്ടിക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കാണിച്ച വാർ റൂമിനോട് അദ്ദേഹം കാണിച്ച പ്രവർത്തനങ്ങളിൽ ഞാൻ കടപ്പെട്ടാണ്. സത്യത്തിൽ ഞാൻ അതിനുശേഷമാണ് അദ്ദേഹവുമായി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം നടത്തിയിരുന്ന ഒരു 2 ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. അതൊന്ന് നമ്മുടെ നോമ്പ് തുറ പരിപാടിയാണ്. സത്യത്തിൽ ഞാൻ നോമ്പുറയ്ക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു അതൊരു ചെറിയൊരു പോഷക സംഘടനയുടെ പരിപാടിയല്ലേ, അത്രയൊന്നും. പക്ഷേ എന്നെ കോഴിക്കോടാണ് ഞങ്ങൾ ഈ നോമ്പ് തുറയും, മലപ്പുറം കോഴിക്കോടാണ് ഈ നോമ്പ് തുറയുടെ ഒരു വലിയ വേദികളുണ്ടാകുന്ന സ്ഥലം. പക്ഷേ ഞങ്ങൾ കോഴിക്കോട്ടെ മലബാറിലേക്കാളും നന്നായി സംഘടിപ്പിക്കാനും അത്രയും ആളുകളെ എത്തിക്കുവാനും സമൂഹത്തിലെ വലിയ പരിശീലനത്തിന് തന്നെ അന്ന് പാർട്ടിക്കൊപ്പം കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവായി ഞാൻ കാണുന്നു.